എന്റെ മരണം കാണേണ്ടി വരും. നടി രേണുസുതി. എന്നും കണ്ണുനീർ മാത്രം. കരച്ചിലടക്കാൻ കഴിയാതെ അനുഭവിക്കുന്ന ദുരന്തത്തെപ്പറ്റി താരം. ജീവിച്ചോട്ടെ എന്ന് കരുതുന്നതിനു പകരം മറ്റുള്ളവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്നറിയില്ല. നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് കിച്ചു സുതി പങ്കുവെച്ച വീഡിയോയ്ക്ക് പിന്നാലെ കടുത്ത സൈബറാക്രമണം നേരിട്ട രേണുസുതി കുറിക്കുന്നത് ഇങ്ങനെ: ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്ക് രേണുസുതി എന്ന കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ എന്നെ ബാധിക്കും. എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ ഫേസ്ബുക്ക് തുറക്കുമ്പോഴേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഞാനെന്തോ അപരാധം ചെയ്തു എന്ന മട്ടിലാണ് കമന്റുകൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണുസുതി. കാശ് കിട്ടുന്നുണ്ടായിരിക്കും ഇവർക്ക് മാസം. ഈ വീഡിയോ ഞാൻ ഇട്ടുകഴിഞ്ഞാലും ആഘോഷിക്കാൻ ആളുകൾ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി. അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാം. കാരണം കേൾക്കാവുന്നതിന്റെ അപ്പുറം ഞാൻ കേട്ടു. ചില കാര്യങ്ങൾ എന്നെ പിന്നിലേക്ക് വലിക്കുകയാണ്. ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുകയാണ് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഈ സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറിവിളിക്കുന്നതെന്ന് അറിയില്ല. ജീവിതത്തിൽ താൻ കടന്നുപോയ കൈപ്പേറിയതും സങ്കടപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തി കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുതി വീഡിയോ പങ്കുവച്ചിരുന്നു. ബാല്യകാലം മുതൽ താൻ നേരിട്ട അവഗണനയും ഒറ്റപ്പെടലിനെയും കുറിച്ച് വികാരധീരനായാണ് കിച്ചു സംസാരിച്ചത്. അച്ഛൻ മരിച്ച ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ചുമെല്ലാം കിച്ചു തുറന്നു പറയുന്നുണ്ട്. രേണുസുതി തന്നോട് സംസാരിക്കാറില്ലെന്നും അവരുടെ വീട്ടിൽ താൻ ഒറ്റയായിരുന്നുവെന്നും കിച്ചു പറയുന്നു. അച്ഛന്റെ മരണശേഷം നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കിച്ചുവിന്റെ വീഡിയോ. ഇതിനെ തുടർന്നാണ് രേണുവിനെതിരെ സൈബറാക്രമണം രൂക്ഷമായത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.